ഇപ്പോൾ എല്ലാ സ്കൂളിലും പഠനോത്സവം നടക്കുകയാണല്ലോ. ഞാൻ എൻ്റെ മകൻ്റെ സ്കൂളിലെ പഠനോത്സവം കാണാൻ വേണ്ടി ഒന്ന് പോയി കേട്ടോ. ലീവായിരുന്നു, അല്പം വൈകിയാണ് അവിടെ എത്തി. അപ്പോഴേക്കും പരിപാടിയൊക്കെ ഏകദേശം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പ്രാർത്ഥനാ ഗീതം ചൊല്ലുമ്പോൾ കുട്ടികളെല്ലാം എണീറ്റ് നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. നല്ല നല്ല ശീലങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട് കുട്ടികൾ. അത് കഴിഞ്ഞ് സതീഷ് മാഷിൻ്റെ വേറെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. എല്ലാവരും അഭിനന്ദിക്കുന്നു. പഠനോത്സവത്തിൻ്റെ ഭാഗമായി എല്ലാവരും അഭിനന്ദിക്കലായിരുന്നു. കൂടാതെ പാലക്കാട് ജില്ലയിൽ നമ്മുടെ അംഗനവാടി എലമന്നം അംഗനവാടി ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല അംഗനവാടി എന്നതിൻ്റെ അവരെ അനുമോദിക്കൽ ചടങ്ങ് ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ കുട്ടികളുടെ പരിപാടി വളരെ ഗംഭീരമായതിൽ അവരെയും അഭിനന്ദിച്ചിട്ടുണ്ടായിരുന്നു. പരിപാടി ഉദ്ഘാടനം ചെയ്യാമെന്ന് നമ്മുടെ തേങ്കുറിശ്ശി ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡൻ്റായ ശ്രീ ഭാർഗവൻ സാറും വൈസ് പ്രസിഡൻ്റായ സ്വർണ്ണമണി ചേച്ചിയായിരുന്നു. നമ്മുടെ സ്കൂളിലെ എല്ലാ പരിപാടിക്കും തേങ്കുറിശ്ശി ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡൻ്റ് വൈസ് പ്രസിഡൻ്റ് വരുമായിരുന്നു. നല്ല സപ്പോർട്ടാണ് നമുക്ക് പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്നത്. അതിന് നമുക്ക് വളരെ വലിയ കാര്യമായിട്ടാണ് തോന്നുന്നത്. സ്കൂളിൻ്റെ എല്ലാ വികസനത്തിനും വേണ്ട സഹായം ചെയ്യാമെന്ന് നമ്മുടെ പഞ്ചായത്തിലെ പ്രസിഡൻ്റ് വൈസ് പ്രസിഡൻ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എലമന്നം അംഗനവാടിയിലെ ടീച്ചർമാരാണ് ഇരിക്കുന്നത്. മണിയമ്മ ടീച്ചറാണ്. ഞാനൊക്കെ ആ അംഗനവാടിയിലാണ് പോയി പഠിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ തേങ്കുറിശ്ശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റാണ് അത്. പിന്നെ നമ്മുടെ സ്വർണ്ണമണി ചേച്ചി വൈസ് പ്രസിഡന്റ്. എല്ലാം നല്ല പരിപാടികളായിരുന്നു കുട്ടികളുടേത്. നമ്മുടെ പ്രസിഡന്റ് സാറിൻ്റെ പ്രസംഗം കഴിഞ്ഞിട്ട് മികച്ച അംഗനവാടിക്ക് നമ്മൾ പാലക്കാട് ജില്ലയിൽ ഒന്നാമതെത്തിയ എലമന്നം അംഗനവാടിക്കുള്ള സമ്മാന വിതരണം ഉണ്ടായിരുന്നു. അതിന് സാർ ടീച്ചർമാരെയും അംഗനവാടി ടീച്ചറിനെയും കുട്ടികളെയും ഒപ്പം സ്വാഗതം ചെയ്തു. ഇത് നല്ല കാഴ്ചയായിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാഴ്ച കണ്ടു ഞാൻ. ശരിക്കും സമ്മാനം വാങ്ങുന്ന കുട്ടികളെയും നിർത്തിയിട്ടുള്ള ഫോട്ടോ കുട്ടികൾക്ക് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരമായിട്ടാണ് കാണുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ വൈസ് പ്രസിഡൻ്റ് സ്വർണ്ണമണി ചേച്ചി പ്രസംഗിച്ചു. പഠനോത്സവം വളരെ വിജയകരമായി. ഇതിൽ ടീച്ചർമാരുടെ പങ്കൊക്കെ അവരെടുത്ത് പറഞ്ഞു. തിരഞ്ഞെടുപ്പ് പരിപാടികളിൽ നിന്ന് അല്പം സമയം കണ്ടെത്തിയാണ് അവർ വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ അംഗനവാടി ടീച്ചർ. അത് കഴിഞ്ഞ് നമ്മുടെ രേണു ടീച്ചറിൻ്റെ ഭാഗം ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. കുട്ടികൾ നല്ല രീതിയിൽ പഠിക്കുന്നതിൻ്റെ തെളിവാണ് പഠനോത്സവം എന്നാണ് ടീച്ചർ പറയുന്നത്. ടീച്ചർ പറയുന്നത് നമുക്ക് കുറച്ച് കേൾക്കാം. ഇതൊരു മത്സരവേദിയല്ല. ഈ കുട്ടികൾ ഇവിടെ പങ്കുവച്ചിരിക്കുന്നത് ക്ലാസ് പ്രവർത്തനത്തിന്റെ ഭാഗമായി നേടിയ വളരെ ചുരുങ്ങിയ പ്രവർത്തനങ്ങളാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെയൊക്കെ ക്ലാസ് മുറികളിൽ നടക്കുന്നത്. അതിന്റെ 2 or 3 പ്രവർത്തനങ്ങൾ മാത്രമാണ് ഇവിടെ ഈ ചെറിയ സമയം കൊണ്ട് അവതരിപ്പിക്കാൻ സാധിച്ചത്. ഇനി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. നമ്മുടെ ഈ പഠനോത്സവം ഉദ്ഘാടനം ചെയ്യാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ ഭാർഗവൻ സാറ് ഈ സ്കൂളിന് വേണ്ടിയും എൻ്റെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ മികച്ച നേട്ടം കൈവരിച്ച നമ്മുടെ
ഇലമണ്ണം അംഗൻവാടി അധ്യാപകരും അതുപോലെ തന്നെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കുട്ടികളും രക്ഷിതാക്കളുടെ ഈ പഠനോത്സവത്തിന്റെ ഭാഗമായിട്ട് ഈ പങ്കെടുക്കാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്കും ഈ സ്കൂളിന്റെ പേരിലും എന്റെ പേരിലും നന്ദി, ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ടീച്ചറുടെ പ്രസംഗം കഴിഞ്ഞ് നല്ലൊരു പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. വേറെ നല്ല നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മുടെ അമ്മമാരുടെയും അമ്മൂമ്മമാരുടെയും നിന്നും കേട്ട ഭൂതപ്പാട്ട് എന്ന് പറയുന്നത് നല്ലൊരു കഥയാണ്. അതിൽ 4 കുട്ടികളാണ് ഇത് അവതരിപ്പിക്കുന്നത്. വളരെ രസകരമായിട്ടാണ് കുട്ടികൾ ഇത് ആവിഷ്കരിച്ചിരിക്കുന്നത്. വളരെ സാധാരണക്കാർക്കും ചെറിയ കുട്ടികൾക്കും മനസ്സിലാകുന്ന പോലെ അവർ ചിത്രീകരിച്ചിട്ടുണ്ട്. തൻ്റെ കുട്ടിയെ കൊടുക്കാതെ വേറെ കുട്ടിക്ക് നൽകിയ ഭൂതത്തിനെ അവസാനം ശപിക്കുന്ന സീൻ വരെ നന്നായി അഭിനയിച്ചിട്ടുണ്ട് കുട്ടികൾ. തങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന അതേ പാഠപുസ്തകത്തിലെ പാഠങ്ങളെ ദൃശ്യാവിഷ്കാരത്തോടുകൂടിയാണ് നമുക്ക് കാണാൻ ചെയ്യുന്നത്. പൊതുവെ മാതാപിതാക്കളെല്ലാം കമ്മിയായിരുന്നു. എല്ലാ കുട്ടികളുടെ അമ്മമാരാണ് അധികം വന്നിട്ടുള്ളത്, അച്ഛന്മാരൊന്നും വന്നിട്ടില്ല. വർക്കിംഗ് ഡേ ആയ കാരണമായിരുന്നു. നമ്മളെല്ലാവരും നിർബന്ധമായും കാണേണ്ട വീഡിയോ ആണിത്. വീഡിയോ എന്നല്ല, ഈ പരിപാടി കുട്ടികളുടെ പരിപാടികളൊക്കെ നമ്മൾ കാണും. പഠനോത്സവം പോലെയുള്ള പരിപാടികൾ നമ്മൾ നിശ്ചയമായും കാണേണ്ടതാണ്. അവിടെ കുട്ടികളുടെ കഴിവുകൾ നമുക്ക് കാണാനുള്ള അവസരമാണ്. വീട്ടിൽ വന്നാൽ പല കുട്ടികളും ഇങ്ങനെയുള്ള സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും പറയില്ല. നമ്മൾ സ്കൂളിൽ പോയാലും ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ കാണാൻ പറ്റുള്ളൂ. ഭൂതപ്പാട്ടുകൾക്ക് നമുക്ക് ഓർമ്മകളിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. പാഠപുസ്തകങ്ങളിലൂടെ നമ്മൾ പഠിക്കുന്നതോടൊപ്പം നമുക്കവർ കാണിച്ചു തരികയാണ് ഈ കഥ. അവസാനം തൻ്റെ തെറ്റ് സമ്മതിച്ച ഭൂതം കുട്ടിയെ തിരിച്ചു നൽകുന്നതാണ് അവസാന ഭാഗം. നമ്മുടെ കൊയ്ത്ത് കഴിഞ്ഞിട്ടുള്ള കാലയളവിലാണ് ഇങ്ങനെയുള്ള പാട്ടൊക്കെ അവർ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. മകരമാസത്ത് നടക്കുന്ന ഒരു കലാപരിപാടിയാണിത് എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞാൽ ഒരു സന്തോഷ നൃത്തമൊക്കെ ഉണ്ടായിരുന്നു അമ്മയും മകനും തമ്മിലുള്ളത്. മുത്തിയമ്മ തൻ്റെ കൊച്ചുമകൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നതാണിത്. നമ്മുടെ മുത്തിയമ്മമാരെ നമുക്ക് ഇങ്ങനെയുള്ള കഥകളെല്ലാം പറഞ്ഞു തരും. പണ്ട് കാലങ്ങളിലുള്ള കഥകളാണ് നമ്മളൊക്കെ. പണ്ടത്തെ കഥകളെല്ലാം നമുക്ക് മുത്തിയമ്മമാരാണ് പറഞ്ഞു തരിക. ഇപ്രാവശ്യത്തെ പഠനോത്സവത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അംഗനവാടി കുട്ടികളും നമ്മുടെ അതിഥികളായിട്ട് വന്നിട്ടുണ്ട്. അതാണ് പ്രത്യേകത.
നിത്യമ്മ തൻ്റെ കൊച്ചുമകൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. കഥ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അത് കുട്ടിയെ കിട്ടിയതിൻ്റെ സന്തോഷ പ്രകടനമാണ് അടുത്തത്. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നമുക്കതൊന്നും ചെയ്യാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കൊയ്ത്തുപാട്ടിൻ്റെ താളത്തിലാണ് അവരുടെ ഡാൻസ്. അത് കഴിഞ്ഞ് 1-ാം ക്ലാസ് കുട്ടികളുടെ അവർ പഠിച്ച പാഠപുസ്തകത്തിലെ ചില ഭാഗങ്ങൾ അവർ കോർത്തിണക്കിക്കൊണ്ട് ഒരു വീഡിയോ പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാഴ്ചക്കാരായ നമ്മളെ നല്ല രസകരമായ വീഡിയോയിലാണ് അവർ അവതരിപ്പിക്കുന്നത്. ഒന്ന് മുതൽ 10 വരെ ഉള്ള സംഖ്യകളെ അവർ ആർക്കൊക്കെ ഉണ്ട് അതിനനുസരിച്ചാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അവിടെ പഠിക്കുന്ന കുട്ടികൾ തന്നെയാണ് എല്ലാവരും വെൽക്കം ചെയ്യുന്നത്. അതൊരു നല്ലൊരു അംഗീകാരം തന്നെയാണ് അവർക്ക് കിട്ടുന്നത്. അത് കഴിഞ്ഞ് ഓരോ കുട്ടികളുടെ വക പെർഫോമൻസ് ഉണ്ടായിരുന്നു. അവർ പഠിച്ച ഉപകരണങ്ങളുടെയും എല്ലാത്തിൻ്റെയും ഇത് അവൻ്റെ ചങ്ങാതിമാരുടെ കൂടെ ഒരു ഫോട്ടോ ആണ്. ഇത് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സാണ്. അവർ ചെയ്ത പ്രൊജക്റ്റുകളെല്ലാം ഉണ്ട്. നല്ല രീതിയിൽ പ്രൊജക്റ്റൊക്കെ ചെയ്തിട്ടുണ്ട് കുട്ടികൾ. അവരുണ്ടാക്കിയ വീടുകളും സീസകളും റോക്കറ്റ് വിക്ഷേപണത്തിൻ്റെതും പ്രൊജക്റ്റുകൾ അങ്ങനെ പലതും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ സ്കൂളിലൊക്കെ എത്തുമ്പോഴേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ. നമ്മുടെ തിരക്കുകളെല്ലാം മാറ്റി വെച്ച് നമ്മൾ ഈ മാതിരി പരിപാടികൾ കാണാൻ ഇറങ്ങി തിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അത് കഴിഞ്ഞ് അമ്മു പൂമ്പാറ്റയുടെ ഡാൻസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ അംഗനവാടി കുട്ടികളുടെ തകർപ്പൻ പരിപാടി ഉണ്ടായിരുന്നു. ഈ പരിപാടികളുടെ ഏറ്റവും നല്ലത് ഈ അംഗനവാടി കുട്ടികളുടെ പരിപാടിയാണ് കേട്ടോ. അവരെ കൊണ്ടാവണ ചെറിയ രീതിയിൽ നമ്മളെ സന്തോഷിപ്പിക്കാനും കൈയടിപ്പിക്കാനും വേണ്ടിയുള്ള പെർഫോമൻസ് കാഴ്ച ചെറിയ നമുക്ക് ആസ്വദിക്കുന്നതിന് വേണ്ടി കാഴ്ചവെച്ചു. ചെറിയ കുട്ടികൾക്കുള്ള സഹകരണമെല്ലാം നമ്മൾ സാറ് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു.
ചെറിയ കുട്ടികൾ അവർക്ക് പറ്റിയ ചെറിയ ചെറിയ പാട്ടുകൾ നല്ല രീതിയിൽ പാട്ടുപാടി അവസാനം നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന സഹകരണത്തിലൂടെ അവർ താങ്ക് യു പറഞ്ഞിട്ട് പോകും. അത് നല്ല അംഗീകാരം തന്നെയാണ് നമുക്ക്. എല്ലാ കുട്ടികളുടെയും കൊണ്ട് ടീച്ചർ പാട്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് നമുക്ക് ഏറ്റവും നല്ല അംഗീകാരമാണ്. സാർ അതിനെ അംഗീകരിച്ച് അതിനെ അഭിനന്ദിക്കുന്നതിൻ്റെ വീഡിയോ ആണത്. നമ്മുടെ പഞ്ചായത്തിൽ അല്ല നമ്മുടെ ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല അംഗനവാടിയായ എലമണ്ണ അംഗനവാടിയായി നമ്മൾ അഭിമാനിക്കുന്നു. അതിന് കുറച്ച് ചെറിയ ഭാഗങ്ങളായിട്ടുള്ള വീഡിയോസാണ് ഇനി. എല്ലാ കുട്ടികളും അവർ പഠിച്ചതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളാണ് ഇനി ഇടാൻ പോകുന്നത്. നമ്മുടെ സോളാർ സിസ്റ്റത്തിൻ്റെ പാട്ടാണ്. നമുക്ക് സോളാറിനെ പരിചയപ്പെടുത്തി തരലാണിത്. അത് കഴിഞ്ഞാൽ 3ൻ്റെ ഗുണിതപ്പാട്ടുണ്ടായിരുന്നു 10 വരെ. നല്ല രീതിയിൽ നമ്മുടെ മുമ്പിൽ അവർ അവതരിപ്പിച്ചു. പാട്ടുള്ള രൂപത്തിൽ പഠിച്ചാൽ അവർക്ക് വേറെ ഓർമ്മ നിൽക്കും പറഞ്ഞിട്ടാണ് അങ്ങനെ പഠനോത്സവത്തിൽ കുട്ടികളും കൊണ്ട് പാട്ടെല്ലാം പഠിപ്പിച്ച് നല്ല ഓർമ്മശക്തി കിട്ടും. എന്ത് കാര്യം പ്രാക്ടിക്കലായി ചെയ്താൽ മറന്നുപോകില്ല എന്നുള്ള തെളിവാണിത്. അവിടെ ഇരിക്കുമ്പോൾ നമ്മൾ കുട്ടികളുടെയൊക്കെ വെറുതെ സെൽഫി എടുത്ത് കേട്ടോ. നിറയെ ചങ്ങാതിമാരുള്ള കാരണം. പിന്നെ കളേഴ്സിൻ്റെ ഒരു പാട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ക്ലാസ്സിലെ റോക്കറ്റാണ്. അടുത്ത പാട്ടിനുള്ള റിഹേഴ്സൽ നടക്കണം വെളിയിൽ. ഒന്നാം ക്ലാസ് കുട്ടികളുടെ ചെറിയൊരു പരിപാടിയാണ്. നല്ല രീതിയിലാണ് എല്ലാ കുട്ടികളും നന്നായി പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ശരിക്കും സമയം പോകുന്ന പോലെ അറിയില്ല കുട്ടികളുടെ പരിപാടി കണ്ടുകൊണ്ടിരുന്നത്. തങ്ങൾ പാഠപുസ്തകത്തിലൂടെ പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ പ്രാക്ടിക്കലായിട്ടാണ് അവർ അവതരിപ്പിക്കുന്നത്. ഞാനൊക്കെ എൻ്റെ ജീവിതത്തിൽ 12ാം ക്ലാസ്സിലാണ് പ്രാക്ടിക്കൽ പരീക്ഷ കണ്ടിരിക്കുന്നത്. ഓരോ പരിപാടി കഴിയുമ്പോൾ കുട്ടികളുടെ ഓരോ പ്രോത്സാഹനം വളരെ വലുതാണ്. എല്ലാവരും നല്ല രീതിയിൽ പ്രോത്സാഹനം കൊടുക്കേണ്ട കുട്ടികൾക്ക്. അദ്ദേഹത്തിന് ഫാൻസ് കൂടുതലാണ് സ്കൂളിൽ. പരിപാടിയെല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുന്ന തിരക്കിലായി. 1ാം ക്ലാസ്സുകാർക്ക് അവരുടെ ക്ലാസ്സിലായ കാരണം തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ. പരമാവധി തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് LKG കുട്ടികൾക്കും 1ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കും ഒരു ഭാഗത്ത കൊടുത്ത് തിരക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടി ഭക്ഷണം നൽകുന്നതിന് വേണ്ടി ടീച്ചർമാരും PTA സ്റ്റാഫുകളും നല്ല സഹകരണത്തോടുകൂടി എല്ലാവരും സഹായിച്ചിട്ടുണ്ടായിരുന്നു. അതും അമ്മയും കൂടിയാണ് ആ ഭക്ഷണം കഴിക്കുന്നത്.
ഓക്കെ ബായ്. അടുത്ത വീഡിയോസിൽ കാണാം. ഓക്കെ ബായ്.